യു.എയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ച അടുത്തയാഴ്ച ഇറാനിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അത് കൃത്യമായിരിക്കുന്ന സ്ഥലമല്ലെന്നും ചില സമയത്ത് അത് യു.എയിലേക്ക് തന്നെ മാറ്റാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടും പുറത്തു വന്നു. ഇപ്പോഴത്തെ നിലവിലെ ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സങ്കീർണമാണ്. വലിയ വിഷയത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ആയതിനാൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നത് ഇങ്ങനെയാണ്: അമേരിക്കക്ക് പിറകെ ഇറാൻ വാളെടുത്ത് തന്നെ അറബ് രാജ്യങ്ങൾക്ക് പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യം കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ചു. ആദ്യം സൗദി അറേബ്യ, പിന്നീട് ഖത്തർ, പിന്നീട് യു.എ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനും അതിന്റെ പിറകിൽ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. ആദ്യം അവർ സൗദി അറേബ്യ സന്ദർശിച്ചു, പിന്നീട് ഖത്തർ സന്ദർശിച്ചു, പിന്നീട് മൂന്നാമത് ഇറാൻ സന്ദർശിക്കുന്ന രാജ്യം യു.എ. ആണ്. അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും കരാർ വ്യവസ്ഥയെക്കുറിച്ചും അവർ സാമ്പത്തിക ഡെപ്പോസിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോ പാലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചോ യാതൊരു ചർച്ചയും നടന്നിട്ടില്ല. ട്രംപ് സംസാരിച്ചിട്ടുമില്ല, അറബ് രാജ്യങ്ങൾ പ്രതികരിച്ചിട്ടുമില്ല. അങ്ങനത്തെ ഒരു സൈലന്റ് ആയിരിക്കുന്ന ഒരു സന്ദർശനം, അതോടൊപ്പം തന്നെ വലിയ സാമ്പത്തികം വാരിക്കൂട്ടാൻ വേണ്ടി ട്രംപിന് സാധിച്ചു എന്നുള്ളത് മാത്രമാണ് അതിലെ വിജയം. പാലസ്തീൻ വിഷയം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ആ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു ചർച്ച ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.